യേശുവിൻ്റെ മുൻപിലേക്ക് രോഗിയായിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് വെച്ചു. പാരലൈസ്ഡ് ആണ്, സ്ട്രോക്ക് പോലെയുള്ളൊരു രോഗം വന്ന് തളർന്നു കിടക്കുകയാണ്. ആ മനുഷ്യനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണം. കർത്താവായ യേശു ആ മനുഷ്യനെ കണ്ടപ്പോൾ അയാളെ ചുമന്നുകൊണ്ടുവന്ന വ്യക്തികളുടെ വിശ്വാസം കണ്ടിട്ടാണ് പറയുന്നത്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന്. നമ്മളെടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ്, നമ്മളെടുക്കുന്ന ഒരു പ്രത്യേകമായൊരു ചലഞ്ച്, അത് ചിലരുടെ വിടുതലിന് കാരണമാകും. കർത്താവ് നമ്മളുടെ ആ പരിശ്രമത്തെ മാനിക്കാതിരിക്കില്ല. നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടക്കും. നമ്മൾ കർത്താവിനെ പരിചയപ്പെടുത്തിയതിൻ്റെ പേരിൽ കർത്താവിൽ ഒരു വിശ്വാസവും ഇല്ലാത്തവർ പോലും യേശുവിലേക്കൊന്നടുത്താൽ നമ്മളുടെ ആ ഒരു താല്പര്യം നിമിത്തം, നമ്മളെടുത്ത എഫേർട്ട് നിമിത്തം നമ്മളെ ആദരിക്കേണ്ടതിന് ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകും. യേശു ആ വ്യക്തിയോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു, കിടക്കിയെടുത്ത് നടന്നുകൊള്ളുക. ഉടനെ ആ മനുഷ്യൻ എഴുന്നേറ്റു, കിടക്കിയെടുത്ത് നടന്നു. അതായത് പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ആ രോഗശാന്തി അവിടെ നടക്കുന്നത്. ചുരുക്കത്തിൽ അയാളെ കിടത്തിക്കളഞ്ഞത് അയാളുടെ ജീവിതത്തിൻ്റെ പാപമാണ്. ഒന്ന് ഞാൻ പറയട്ടെ, ചില ശയ്യകൾ വിട്ടുമാറാത്തത്, ചില പ്രയാസങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒതുങ്ങാത്തത്, അതിൻ്റെ കൂടെ നമ്മൾ വിട്ടുകളയാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ചില പാപസുഖങ്ങളെ നാം പിടിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ്. കളയണം, വിട്ടുകളയണം. ഈ പാപം ചില നന്മകളെ നമ്മളിൽ നിന്ന് അകറ്റും. പാപം പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞെങ്കിലും വിഷമിക്കേണ്ട. കൃപ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. പാപം നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞെടുത്ത് കൃപ നിങ്ങളെ ജേതാവാക്കി മാറ്റും. നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ഇന്ന് രാവിലെ ആഹ്ലാദിക്കാം. അത് നിമിത്തം നമുക്ക് യേശുവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം.